ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് മൊറാഴ സമരവും അതുപോലെ കയ്യൂർ സമരവുമാണ്. രണ്ടും കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്നിട്ടുള്ള സമരങ്ങളാണ്. മൊറാഴ സമരം, കയ്യൂർ സമരം, ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും കാണാം കേട്ടോ. ഓക്കെ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് നമ്മുടെ മൊറാഴ സമരം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് മൊറാഴ സമരമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. ഓക്കെ. അപ്പോൾ എവിടെയാണ് നടന്നത്? മൊറാഴ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. ഓക്കെ. അത് എപ്പോഴാണ് നടന്നത്? വർഷം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1940. മൊറാഴ അല്ലെ, മൊറാഴ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റാ എടുത്തൂടെ? ആ റാ ഒരു പൂജ്യം പോലെയല്ലേ? നമുക്ക് കുറച്ചുകൂടി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ പൂജ്യം പോലെ കിട്ടും അല്ലെ? അപ്പൊ അങ്ങനെ പൂജ്യമാണെന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കാം. മൊറാഴ. ഓക്കെ. 1940 നടന്നത്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് KM കൃഷ്ണൻകുട്ടിയും രാമനുമാണ്. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. 2 പേരാണ്, KM കൃഷ്ണൻകുട്ടി അതുപോലെ രാമനും. കൃഷ്ണനും രാമനും കൊല്ലപ്പെട്ടു. ഓക്കെ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. ഓക്കെ. വധശിക്ഷയ്ക്ക്, ഈ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ടിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയുടെ പേരാണ് KPR ഗോപാലൻ. ഓക്കെ. അപ്പോൾ ഈ KPR ഗോപാലൻ അവസാനം വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഗാന്ധിജി കാരണമാണ് വധശിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇളവ് ലഭിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. ഓക്കെ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരി എന്ന് പറയുന്നത് KPR ഗോപാലൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, KPR ഗോപാലൻ ഉണ്ട്, KP ഗോപാലൻ ഉണ്ട്, AK ഗോപാലൻ, AKG. അപ്പൊ ഇതുപോലെ ഇനീഷ്യൽ മാറ്റിയിട്ട് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ KPR ഗോപാലൻ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരി എന്ന് പറയുന്നത് KPR ഗോപാലനാണ്. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി KP ഗോപാലനാണ്. അതുപോലെ പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ AK ഗോപാലനാണ്. ഈ ഗോപാലന്മാരുടെ ഈ ഇനീഷ്യൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരി എന്ന് പറയുമ്പോൾ KPR ഗോപാലൻ. മൊറാഴ. ഓക്കെ. 3 അക്ഷരം ഉണ്ടല്ലോ, മൊറാഴ. അപ്പോ 3 ഇനീഷ്യൽ ഉണ്ടെന്ന് ആലോചിക്കുക. KPR ഗോപാലൻ. കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി KP ഗോപാലനാണ്. വ്യവസായം കാപ്പിന്റെ വ്യവസായമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓർത്തെടുത്തൂടെ? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് KP ഗോപാലനാണ്. KP ഗോപാലൻ. അപ്പൊ വ്യവസായമൊക്കെ കാപ്പിന്റെ വ്യവസായമാണെന്ന് ആലോചിക്കുക. കാപ്പി. ഓക്കെ. KP ഗോപാലൻ. നെക്സ്റ്റ്, പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് AK ഗോപാലനാണ്. നമ്മൾ AKG എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് AKG അല്ലെ, AK ഗോപാലൻ. അപ്പൊ ഈ 3 പേരും ഓർത്ത് വെക്കുക. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. കണ്ണൂർ ജില്ലയിലാണ്. മൊറാഴ പൂജ്യം പോലെ 1940 നടന്നത്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ KM കൃഷ്ണൻകുട്ടിയും രാമനുമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. ഗാന്ധിജി കാരണം അവസാനം വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ തൂക്കി കൊന്നിട്ടില്ല കേട്ടോ. വധശിക്ഷ ലഭിച്ചിട്ടില്ല. ഓക്കെ. വിധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഒരു 3 പോയിന്റ് ആണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരി എന്ന് പറയുന്നത് KPR ഗോപാലനും കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. കാപ്പിയുടെ വ്യവസായം എന്ന് പറഞ്ഞു. പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് AK ഗോപാലനുമാണ്. ഓക്കെ. ഈ 3 പേരും മറക്കരുത്, കൺഫ്യൂഷൻ ആവരുത്, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റിലേക്ക് കിടക്കാം. കയ്യൂർ സമരം 1941 മാർച്ച് 28 നടന്നത് കാസർഗോഡ് ജില്ലയില്. കയ്യൂർ സമരം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കയ്യ ഓർമ്മ വരുന്നത്. കയ്യൂര്, കൈയൊക്കെ ഒന്നുപോലെയല്ലേ, കോല് പോലെയാണ്, ഒന്നുപോലെയാണ് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 1941 മാർച്ച് 28. നമ്മുടെ മാറുന്നല്ലേ, നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും ആലോചിച്ച് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ മാർച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മാർച്ച് 1941 മാർച്ച് 28 എന്ത് കയ്യൂർ സമരം ഉണ്ടായിട്ടുള്ളത്? കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല.
കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 പാറപ്പുറത്താണ്. പാറപ്പുറം എവിടെയാണ്? പിണറായില്, കണ്ണൂർ ജില്ലയില്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് രൂപം കൊണ്ടത് എവിടെയാണ്? പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്താണ് ഈ പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത് 1939. ഓക്കെ. നെക്സ്റ്റ് 61 പേര് കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരാണ് പോലീസിന്റെ പിടിയിലായത്. തൂക്കിലേറ്റപ്പെട്ടവർ, കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ 4 ആൾക്കാരുണ്ട്. മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരിക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ, ഇവരുടെ കൂടെ ഒരാളും കൂടിയുണ്ട്. ആരാണ്? ചുരിക്കണ്ടൻ കൃഷ്ണൻ നായർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകാത്ത കാരണം അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകി, അതായത് ഒഴിവാക്കി, ദുർഗുണ പരിഹാരശാലയിലേക്ക് മാറ്റി. ചുരിക്കണ്ടൻ കൃഷ്ണൻ നായർ എന്ത് ചെയ്തു? പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് ഇളവ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ തൂക്കിലേറ്റപ്പെട്ടവർ മെയിൻ ആയിട്ടുള്ള 4 ആൾക്കാരാണ്. മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. ഒന്നുകൂടി വായിക്കാം. കയ്യൂർ സമരമാണ് പറയുന്നത്. 1941 മാർച്ച് 28 കാസർഗോഡ് വെച്ചാണ് നടന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് രൂപം കൊണ്ടത് പാറപ്പുറത്താണ് 1939. 61 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് തൂക്കിലേറ്റപ്പെട്ട 4 വ്യക്തികളാണ് മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം എന്ത് ചെയ്തു? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. വർഷം ഇമ്പോർട്ടന്റ് ആണ്, വർഷം കാര്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, കയ്യൂർ സമരം നടന്ന നദീതീരം എന്ന് പറയുന്നത് കരിയങ്കോട്ട് നദിയാണ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, കയ്യൂർ സമരം നടന്നിട്ടുള്ള നദീതീരം കരിയങ്കോട്ട് നദി. തേജസ്വിനി നദി എന്ന് അറിയപ്പെടുന്നു, അല്ലെ, തേജസ്വിനി നദി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ കരിയങ്കോട്ട് നദി തന്നെയാണ്. അങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചത്? നിരഞ്ജന എന്ന് അറിയപ്പെടുന്ന, തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കന്നഡ സാഹിത്യകാരനാണ് തേജസ്വിനി നദി എന്ന് കരിയങ്കോട്ട് നദിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ എന്നാണ് പറഞ്ഞത്? കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട്ട് നദിയാണ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും കരിയങ്കോട്ട് നദി തന്നെയാണ്. തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കന്നഡ സാഹിത്യകാരനായിട്ടുള്ള നിരഞ്ജന, അല്ലെ, നിരഞ്ജനയാണ് തേജസ്വിനി നിരഞ്ജനയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി, ഇമ്പോർട്ടന്റ് ആണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് EK നായനാർ. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി അറിയിച്ചാൽ EK നായർ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് പിടിക്കുന്നത്, നമ്മൾ നായ്ക്കുട്ടിയാണ് നമ്മൾ കയ്യിൽ പിടിക്കുക എന്നുള്ള രീതിയിൽ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് നായനാർ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയാം. മീനമാസത്തിലെ സുരനി, കുറച്ച് പുസ്തകങ്ങളാണ് പറയുന്നത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ബുക്കുകളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. മീനമാസത്തിലെ സൂര്യൻ ആരുടേതാണ്? ലെനിൻ രാജേന്ദ്രന്റെയാണ്. ഇത് സിനിമയാണ്. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു സിനിമയാണ് കേട്ടോ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് മീനമാസത്തിലെ സൂര്യൻ. ഇത് നമുക്ക് ഈ സിനിമയുടെ പേരും, അത് സിനിമ അല്ലെങ്കിൽ നോവല്, ഇപ്പൊ നോവലും വരുന്നുണ്ട്, അതിന്റെ പേരും അത് ആരാണ് എഴുതിയത് അതും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ലെനിൻ. മീനമാസം. ഓക്കെ, മീനൊക്കെ ലൈൻ ആയിട്ടാണ് പോവുക എന്നുള്ള രീതിയിലൊന്നും ഓർത്ത് വയ്ക്കുക. മീനൊക്കെ ലൈൻ ആയിട്ടാണ് പോവുക. ലെനിൻ രാജേന്ദ്രൻ. കയ്യൂരും കരിവെള്ളൂരും AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം VV കുഞ്ഞമ്പു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 2 കുഞ്ഞമ്പുവാണ്. ഇനീഷ്യൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒന്നാലോചിക്കുക, കയ്യൂരും കരിവെള്ളൂരും 2 സ്ഥലത്തിന്റെ പേര് വന്നല്ലേ. ഒരു സ്ഥലം കയ്യൂരുണ്ട്, പിന്നെ മറ്റൊരു സ്ഥലം കരിവെള്ളൂര്. അപ്പോൾ ഈ 2 സ്ഥലത്തിനും ഓരോരു ഇനീഷ്യൽ വീതം കൊടുക്കുക അല്ലെ. AV, രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളാണ് അല്ലെ, കയ്യൂരും മറ്റേത് കരിവെള്ളൂരും. അതുകൊണ്ട് Aയും മറ്റേ അക്ഷരം Bയും AV കുഞ്ഞമ്പു എന്ന രീതിയിൽ കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? കയ്യൂർ സമര ചരിത്രം. കയ്യൂരിന്റെ കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഒരേ ഇനീഷ്യൽ കൊടുക്കുക, VV കുഞ്ഞമ്പു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കയ്യൂരും കരിവെള്ളൂരും AV കുഞ്ഞമ്പുവാണ്.
എഴുതിയിട്ടുള്ളത്. കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് വി കുഞ്ഞമ്പു. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് മീൻ ലൈനായിട്ട് പോകുന്നു പറഞ്ഞു ലെനിൻ രാജേന്ദ്രൻ. ഈ ഭാഗത്ത് നിന്ന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് വർഷം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള സിനിമകൾ അതുപോലെ പുസ്തകങ്ങൾ ആരാണ് എഴുതിയത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ റിവിഷൻ ചെയ്യാം. ആദ്യം എന്താണ് മൊറാഴ സമരമാണ് പറഞ്ഞത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ്. കണ്ണൂരാണ് നടന്നിട്ടുള്ളത്. മൊറാഴ എന്ന സ്ഥലം കണ്ണൂരാണ്. 1940 നടന്നത്. അല്ലെ, പൂജ്യമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ KM കൃഷ്ണനും രാമനും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ ലഭിച്ച വിപ്ലവകാരി ആരാണ്? KPR ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി, വ്യവസായം കാപ്പിയുടെ വ്യവസായമാണ് പറഞ്ഞത് KP ഗോപാലനാണ്. പട്ടിണിജാഥ നയിച്ച് നവോത്ഥാനമായിട്ട് AK ഗോപാലനാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് കയ്യൂർ സമരമാണ് പറഞ്ഞത്. ഒരുപോലെയാണല്ലേ, ഒന്നുപോലെയാണ് കൈ നില രീതിയിൽ ഓർത്ത് വയ്ക്കുക. കൈ മാറുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 28, 1941 മാർച്ച് 28 കാസർഗോഡ്. കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് രൂപം കൊണ്ടത് വലിയൊരു സംഭവമാണ് അല്ലേ. അപ്പൊ 1939 പാറപ്പുറം പിണറായി കണ്ണൂർ ജില്ലയിലാണ്. 61 പേരാണ് പോലീസിന്റെ പിടിയിലായത്. തൂക്കിലേറ്റപ്പെട്ടവരുടെ പേര് മഠത്തിൽ അപ്പു, പോട്ടോറ കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചുരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ചുരിക്കാടൻ കൃഷ്ണൻ നായരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കൂട്ട നദീതീരമാണ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത് ആരാണ്? കരിയങ്കൂട്ട നദി തന്നെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് കരിയങ്കൂട്ട നദിയെ തേജസ്വിനി നദി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന. ഓക്കെ, തേജസ്വിനി നിരഞ്ജന. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VK നായനാറാണ്. നെക്സ്റ്റ് ഒരു 3 കാര്യം പറയുന്നുണ്ട്. മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ചെയ്തത് മീൻ ലൈനായിട്ട് പോകുന്നു പറഞ്ഞാൽ ലെനിൻ രാജേന്ദ്രൻ. കയ്യൂരും കരിവെള്ളൂരും രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളായതുകൊണ്ട് AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം കയ്യൂർ മാത്രമേ പറയുന്നതുകൊണ്ട് VV കുഞ്ഞമ്പു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.